ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച്. അതിഥി ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. സർ, നമ്മൾ ബ്രേക്കിന് മുമ്പ് മരണച്ചുറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മരണച്ചുറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്ന വിഷയം വെച്ചാൽ ഒരു പെൺകുട്ടി ഇപ്പൊ ഈ ക്യാൻസറിന്റെ അസുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഈ സെപ്റ്റിക് ടാങ്ക് ഇത് മാറ്റണം, മറ്റു കാര്യങ്ങളെല്ലാം നമ്മളത് പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ച് അവർ ചെയ്യുകയും പിന്നെ 2-3 വർഷത്തേക്ക് യാതൊരു അനക്കമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. അപ്പോഴത്തേക്കാണ് അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് അഭിവൃദ്ധി ഉണ്ടായപ്പോൾ ഒരു കാർ വാങ്ങണമെന്ന് തോന്നി. അപ്പൊ കാറിന്റെ ഷെഡ് കെട്ടാനായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടാൻ വേണ്ടി ഒരു ആശാരിയെ അല്ലെങ്കിൽ ഒരു മേശരിയെ വിളിച്ചു. മേശരി വിളിച്ചപ്പോഴത്തേക്ക് അയാളുടെ പണി ചെയ്യണം, മറ്റു കാര്യങ്ങൾ നോക്കണം. അയാൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒരു മൂത്താശാരിയെ വിളിച്ച് കാണാൻ ബിസിനസിന്റെ വേറൊരു വശമുണ്ട്, 900 രൂപ കിട്ടുമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ ആശാരിയെ കൊണ്ടുവന്നിട്ട് മരണച്ചുറ്റിനെ പറ്റി നോക്കിപ്പിച്ചപ്പോഴത്തേക്ക് നോക്കി. അപ്പൊ അയാൾ ചോദിക്കണം, നിങ്ങൾ എപ്പോഴെങ്കിലും മരണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. എന്തൊരു അനാവശ്യമായ ചോദ്യമായി പോയത്. ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നിട്ട് കബഡി നിരത്തിട്ട് ഇഷ്ടപ്പെടുത്തേക്ക് ആ ജ്യോത്സ്യന് പറയാൻ കൊള്ളാമോ ഇങ്ങനെ നിങ്ങൾ ഇത്ര ദിവസം ഇത്രയും വെച്ച് മരിച്ചു പോകും, ഇത്രാം തീയതി നിങ്ങൾ മരിച്ചു പോകും, അത് പറയുന്നത് ശരിയല്ലല്ലോ. ഒരു മനുഷ്യന് ഒരു മരണത്തിന്റെ ഭീതി ഉളവാക്കുന്ന ഒരു രീതിയാണ് അത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്നുള്ള വിശ്വാസം ശാസ്ത്രീയമായ സത്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾ അത് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പറഞ്ഞു പറ്റിയെടുക്കാം. അപ്പൊ ഈ മരണച്ചുറ്റും ആമ വീണ്ടും കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ചങ്ങനാശ്ശേരിയിലാണ് വിളിക്കുന്നത്. ഓക്കെ, ആരാണിത്? ചങ്ങനാശ്ശേരിയിലെ സുഷമ. ഓക്കെ, സാറിനോട് സംസാരിച്ചു. സാറേ, ഞങ്ങൾ ഈ വീട് മേടിച്ചിട്ട് 6 വർഷമായി. ഞങ്ങൾ ഇതുവരെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 6 മാസേ ആയുള്ളൂ. പക്ഷെ ഇപ്പൊ താമസിച്ചു കഴിഞ്ഞിട്ട് എന്തോ ഞങ്ങക്ക് ആകെ ഒരു സ്വസ്ഥതയില്ല. ഇത് താമസിക്കാൻ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഹസ്ബൻഡും ഞാനും തമ്മിൽ എപ്പോഴും ഒരു എന്താ പറയുന്നത്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എങ്കിൽ തന്നെയും ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങള്. അപ്പൊ അതെന്താ ഈ വീടിന്റെ പ്രശ്നങ്ങൾ? അത് വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം. അതായത് ഈ വിശ്വാസപ്രകാരം വാസ്തു എന്ന വാസ്തവം, ഫെങ്ഷുയി എന്ന സത്യം, ലോകി അംഗീകരിച്ചിട്ടുള്ള സത്യം, അതിലൂടെ നമുക്ക് റെമഡികൾ ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനും അസ്വസ്ഥമായ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും വൈകാരിക ഭാവങ്ങളെ ശമിപ്പിക്കാനുള്ള ഉപാധ ഫെങ്ഷുയിലുണ്ട്. അപ്പൊ അതിനകത്ത് മറ്റു മന്ത്രങ്ങളോ മറ്റ് ആഭിചാര ക്രിയകളോ ഒന്നുമില്ലാതെ പ്രാപഞ്ചിക ഊർജത്തിന്റെ വിന്യാസം കൊണ്ട് തികച്ചും നമുക്കൊരു മാറ്റം വരുത്തുവാൻ കഴിയും. അതായത് പ്രകൃതിയുടെ താളത്തിന് അനുസൃതമായിട്ട് ജീവിതത്തിന്റെ വിജയത്തിനായിട്ട് നമ്മൾ മാറ്റത്തെ ഉൾക്കൊള്ളുക. ആ മാറ്റത്തിന് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, അതല്ല ഫെങ്ഷു ചെയ്താലേ ഇത് മാറ്റം ഉൾക്കൊണ്ടു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 10-50,000 വീടുകളിൽ പോയ അനുഭവം വെച്ചിട്ട് ഈ അസ്വസ്ഥമായ ചെറിയ ഒരു കാര്യമേ ഉണ്ടാവും. അവിടെ അത് മാറ്റി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ ഉണ്ടാകും, അത് യാതൊരു സംശയവുമില്ല. അതെന്താന്ന് വെച്ചാല് എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവായിട്ട് എടുക്കുക പുള്ളി, അങ്ങനെ ഒരു ആ ഒരു രീതിയില് അതായത് ഒരു 40-45 വയസ്സ് പ്രായം ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ചിന്തകൾ മനുഷ്യനെ വേട്ടയാടപ്പെടുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്തെ പറ്റി, കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റി, അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരുപാട് അകൽച്ചകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിന് വിഭിന്നമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൈക്കോളജിക്കലായിട്ട് എന്റെ ഗുരു ഡോക്ടർ വി എച്ച് രഞ്ജിത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സെക്സ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോ ആഗ്രഹിച്ചു പോലും ഇല്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാരണങ്ങൾ, സ്ത്രീകളിലായിരുന്നാലും പുരുഷന്മാരായാലും ഒരുപാട് കാരണങ്ങൾ അതുമായിട്ടുണ്ട്. അത് നമുക്ക് നേരിൽ കാണപ്പെടുത്തേക്ക് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ, വീടിന്റെ അവസ്ഥ ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ചെറിയൊരു മനഃശാസ്ത്ര കൗൺസിലിംഗ് ആണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. ആ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഹീലിംഗിലൂടെ നമുക്ക് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഫെങ്ഷുയിക്ക് കഴിയും. അപ്പൊ സൂര്യന് താഴെയുള്ള ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം, ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്, പരിഹാരം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും, അത് യാതൊരു സംശയമില്ല. ഞാൻ ഇറങ്ങപ്പെടുത്തേക്ക് വിളിച്ചാൽ മതി. അത് എന്റെ നമ്പറിനകത്ത് വരുന്നുണ്ട്, എന്നെ വിളിക്കുക. ഞാൻ ചങ്ങനാശ്ശേരി കോട്ടയം വഴി ഇപ്പൊ വരുന്നുണ്ട്. വരുമ്പോഴത്തേക്ക് തീർച്ചയായും നമുക്ക് തമ്മിൽ കാണാം, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവിടെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ അസ്വസ്ഥമായ വീടിന് ശാന്തി സമാധാനം നിലനിൽക്കുന്ന രീതിയിൽ ഫെങ്ഷുയി റെമഡികളിലൂടെ മാറ്റം ഒരു ഊർജ്ജവൽക്കരണം നടത്താൻ, റീകണ്ടീഷൻ ചെയ്യാൻ നമുക്ക് കഴിയും, അത് യാതൊരു സംശയവും വേണ്ട. അല്ല, അത് വിളിച്ചാൽ മതി, എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. എന്റെ നമ്പർ വരുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഞാൻ സംസാരിക്കാം. വിളിച്ചാൽ സന്തോഷം. നമ്മളെ മരണച്ചുറ്റിന്റെ ക്യാൻസർ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫെങ്ഷുയുടെ ഉത്ഭവം തന്നെ ഐച്ചിങ് ജ്യോതിഷത്തിൽ നിന്നാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങളായിട്ട് നമ്മൾ ഉള്ള പരിപാടിയാണല്ലോ അത്. ആശാരി ഉണ്ടപ്പോഴത്തേക്ക് അത് പറഞ്ഞു. അപ്പൊ ആശാരി ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും മരണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. പിറ്റേന്ന് തന്നെ എന്റെ
ആറ്റിങ്ങലിന് അടുത്തുള്ള ഒരു സംഭവമാണിത്. ആ പിറ്റേന്ന് തന്നെ കുട്ടി പറഞ്ഞയച്ചു, സാർ എന്നെ ഒന്ന് കാണണം, എന്താണ് പ്രശ്നം, ഇങ്ങനെ പറയുന്നുണ്ട്, അത് എന്താണ് ഏതാണെന്നുള്ള. അപ്പൊ വീണ്ടും അവൾ അസ്വസ്ഥതയിലേക്ക്, അസുഖം ഉണ്ടായിരുന്ന ആ അവസ്ഥയിലുണ്ടായിരുന്ന ആ കുട്ടി വീണ്ടും അസ്വസ്ഥതയിലോട്ട് മാറിപ്പോയി. എന്തൊരു കഷ്ടമാണ്. എന്റെ സത്യം പറയാൻ എന്റെ മനസ്സിനകത്ത് വളരെ സങ്കടം തോന്നിപ്പോയി. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇത് പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ പ്രതീകമായിട്ട് വെക്കുന്നതാണ് ആമ. ആമ എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഒന്നാണല്ലോ ആമ എന്ന് പറയുന്നത്. ആമ എന്ന് പറയുമ്പോഴത്തേക്ക് ഫെങ്ഷുയുടെ തുടക്കം തന്നെ ആമയിൽ നിന്നാണ്, ഐച്ചിങ് ജ്യോതിഷത്തിന്റെ തുടക്കം തന്നെ. അപ്പൊ നമുക്കൊരു കാര്യം ഒരു ആമക്കുളം ഉണ്ടാക്കാം. അവിടെ മരണച്ചുറ്റുണ്ടെങ്കിൽ നമുക്കൊരു ആമക്കുളം ഉണ്ടാക്കിക്കൂടെ? ആമക്കുളം ഉണ്ടാക്കിയിട്ട് അത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് ഒരു ആമക്കുളം ഉണ്ടാക്കിയിട്ട് അവിടെ പോസിറ്റീവ് എനർജി കൊടുത്താൽ ആമ എത്തുകയോ വേറെ വാങ്ങിയിട്ടാവില്ല. അപ്പൊ ദീർഘായുസമായി, തൊഴിൽ അഭിവൃദ്ധിയുമായി, ഒരു വെടിക്ക് 2 പക്ഷിയായല്ലോ. നമുക്കത് ചെയ്യാം. അതിന്റെ പ്രതിവിധിയായിട്ട് എല്ലാം ഒരു വിശ്വാസമാണ്. അളവുകളായാലും കോലുകളായിരുന്നാലും ഫെങ്ഷുയി ആയിരുന്നാലും വാസ്തുവായിരുന്നാലും എല്ലാം ഒരു വിശ്വാസം. ആ വിശ്വാസമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? എവിടെ നിന്നാ വിളിക്കുന്നേ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ഇവിടെ വീടിന്റെ ഇവിടത്തെ പറയൂ കേൾക്കാം. വീടാണെങ്കിൽ വീട് സുനാമിക്ക് പോയിട്ട് വേറെ അവര് വെച്ച വീടാണുള്ളത്. ആ കോൾ ക്ലിയർ അല്ല, നമുക്ക് സമയം പഴക്കണം. ഞാൻ പുറത്തിറങ്ങപ്പോ എന്നെ വിളിക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. കോൾ എനിക്ക് തോന്നുന്നു അത്ര ക്ലിയർ അല്ല, സമയം പഴക്കണ്ട. അപ്പൊ നമ്മൾ മരണച്ചുറ്റിനെ കുറിച്ച് പറഞ്ഞു സാർ. ഇപ്പൊ പലർക്കും ഉള്ളതാണ് ഒരു ഭീതി, രോഗം വരും, അല്ലെ എനിക്ക് രോഗമുണ്ട്, അയ്യോ ഉണ്ടോ രോഗം എന്നൊക്കെ ഉള്ള ഒരു പേടി. ആ പേടിക്ക് എന്തെങ്കിലും നമുക്ക് എന്തായിരിക്കും അങ്ങനെ ഇത്രയധികം പേടി വരാൻ? രോഗമില്ലെങ്കിലും രോഗമുണ്ടെന്നുള്ള ഒരു തോന്നൽ, യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ രോഗമുണ്ടെന്നുള്ള ഒരു ഉൾഭയം, ഉപബോധ മനസ്സിൽ നിന്ന് എനിക്കെന്തോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. അപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം ഫെങ്ഷുയി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, മനുഷ്യൻ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ഫെങ്ഷുയെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അല്ലാതെ ഫെങ്ഷുയിൽ പറയുന്ന അതുപോലെ പുസ്തകത്തിൽ അടിച്ചിരിക്കുന്ന അല്ല പറയുന്നത്. ജീവിത അനുഭവങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആശയങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാനൊക്കെ ഒരുപാട് ആശയങ്ങളെ നമ്മളിവിടെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഉൾക്കൊള്ളാം. അപ്പൊ ഈ സ്നേഹക്കുറവ്, അതായത് ഒരു 40-45 വയസ്സങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് മക്കളും അവരുടെ വിവാഹം എല്ലാം കഴിഞ്ഞു പോയി, മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു. മക്കളെ വിവാഹം കഴിച്ച് അയക്കുന്നവരെ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള വ്യാകുലത, ടെൻഷൻ, സമ്മർദ്ദം, അത് കഴിഞ്ഞു. അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ, അത് കഴിയപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടുവിട്ടു പോയി. പിന്നെ ഒരു ഒറ്റപ്പെടൽ, അച്ഛനും അമ്മയും മാത്രം അടങ്ങുന്ന, ഭർത്താവില്ലെങ്കിൽ അവർ മാത്രമുള്ള ഒരു ഒറ്റപ്പെടൽ, അവരാരും സ്നേഹിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ, എന്നെ പറ്റി അന്വേഷിക്കാൻ ആരുമില്ല, എന്റെ ശാരീരിക മാനസികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പം മറ്റുള്ളവരുടെ സ്നേഹത്തെ ഒരിക്കലും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും അത് സ്നേഹത്തെ ഒരിക്കലും നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. പക്ഷെ നിവൃത്തിയില്ലാതെ ഒരു വിഭാഗം ആൾക്ക്, ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നില്ല, രോഗമുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഒരു മാനസിക പ്രശ്നമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്നേഹത്തെ ബഹുമാനത്തെ, എന്നെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ഞാനെന്ന വ്യക്തിയെ, എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഈ വ്യക്തിയെ എന്റെ ശ്രദ്ധ, എന്റെ സാന്നിധ്യം അവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രോഗമുണ്ടെന്നുള്ളൊരു തോന്നൽ, അവരുടെ കൃത്രിമമായ സ്നേഹത്തെ പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ രോഗമില്ലെങ്കിലും രോഗമുണ്ടെന്നുള്ള തോന്നൽ. സത്യമല്ലേ ഇത്? ഓക്കെ സാർ, നമുക്ക് ഗൃഹപാഠത്തിന്റെ സമയം പൂർണ്ണമായി. എനിക്ക് തോന്നുന്നു ഇനി ഇത്ര സമയം പോരാ, അടുത്ത ഒരു എപ്പിസോഡ് ഓക്കെ. ഇന്നത്തെ ഗൃഹപാഠത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.